ഇന്ത്യയുടെ ഊർജ്ജ നയങ്ങൾ ഇന്ന് ലോകമെമ്പാടും ചർച്ചാ വിഷയമാണ്. ഒരു വശത്ത് ലോകരാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് ഭീഷണികളെ പോലും അതിജീവിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ US-ഉം യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം റഷ്യയുടെ എണ്ണ വരുമാനം കുറയ്ക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വ്യത്യസ്തമായ പാത സ്വീകരിച്ചു. വില കുറച്ച് ലഭ്യമായ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാനായി ഇന്ത്യ തീരുമാനിക്കുന്നു. തുടക്കത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ മറുപടി നൽകി. യൂറോപ്പിൽ അവരുടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുപാട് വഴികളുണ്ടെന്നും, എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ തീരുമാനം ഒരു രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ഊർജം നൽകി. ഇന്ത്യയിലെ റിഫൈനറികൾക്ക് കുറഞ്ഞ ചെലവിൽ എണ്ണ ലഭിക്കാൻ ഇത് സഹായകരമായി. ഈ സാഹചര്യത്തിൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പും നയാറ എനർജിയും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഈ കമ്പനികൾ ഓഗസ്റ്റ് മാസത്തെ അളവുകളേക്കാൾ 10 മുതൽ 20% എണ്ണ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് റോയിട്ടേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ വാങ്ങൽക്കാരായി മാറിയത് ഒരു സാമ്പത്തിക തന്ത്രം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണ്. റഷ്യയുടെ എണ്ണ ഉൽപാദന ശേഷി കുറഞ്ഞതിനാൽ അവർ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ നിർബന്ധിതരാകുന്നു. ഈ സാഹചര്യം ഇന്ത്യ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ട്രംപിന്റെ 50% താരിഫ് ഭീഷണിയെ ഇന്ത്യ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര വാണിജ്യ ഉടമ്പടികളുടെ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുള്ളതാണ്. ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. അതിലുപരി ഇന്ത്യയുടെ ഈ ഇറക്കുമതി റഷ്യക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ സഹായിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇത് ഇന്ത്യയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് ഇന്ത്യ റഷ്യക്ക് കൊടുക്കുന്ന പണം റഷ്യ അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ തീരുമാനത്തിലൂടെ ഇന്ത്യ ആഗോള നയതന്ത്രത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. തങ്ങളൊരു ഉപഭോക്താവ് മാത്രമായി ഒതുങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രധാന കളിക്കാരനാണെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം കേവലം ഒരു വാണിജ്യ ഇടപാടല്ല, മറിച്ച് അത് ദേശീയ താല്പര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വാങ്ങലുകാരികളിൽ ഒരാളായി ഇന്ത്യ വളരുകയാണ്.